ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാൻഡം ഷാദിയ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ദോഹയിലോട്ട് പോകുന്നുണ്ട്. എമ്രുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം ഗൈസ്, എൻ്റെ തൊണ്ട പോയിരിക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം നിങ്ങൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം. എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാർഡായ ഫീൽ. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ജനൽ തുറന്ന് നോക്കിയാണ് ആരാണ് ഇവിടെ ഈ സൂര്യപ്രകാശം അടിച്ചു വിടുന്നതെന്ന് നോക്കിയപ്പോൾ പുറത്തൊരു കള്ള സൂര്യൻ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, നമ്മുടെ ഭൂമി, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്ത് മനോഹരമാണല്ലേ. അതായത് ഈ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നമ്മുടെ ലോകത്ത് വെട്ടമേ കാണില്ലായിരുന്നു. കൈസ് ഇപ്പോൾ എമ്രു എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും കേട്ടോ. ഞാനാണെങ്കിൽ വാപ്പാൻ്റെ കാലിലടിച്ചിട്ട് എടാ ഇതുപോലെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവൻ അതുപോലെ അടിക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 അടി മുഖത്തും കൊടുത്തു. ഞങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ വാപ്പ സുഖിച്ച് മടി പിടിച്ച് കിടക്കുകയാണ്. പറയണം കേട്ടോ, കുട്ടികളുള്ളവർക്കറിയാം വീടിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ. ഇതാണ് എല്ലാം വാരി വലിച്ച് എൻ്റെ മോൻ ഇട്ടിട്ടുണ്ട് എല്ലാ ടോയ്സും. എനിക്കിതെല്ലാം അടുക്കി പറക്കി വെക്കുന്ന ജോലി, അവൻ ഇതെല്ലാം ഇങ്ങനെ താഴെ ഇട്ട് നിരത്തിയിട്ട് കളിക്കലാണ് പണി. ചിരിക്കുന്ന എമ്രൂന് ഒരു പല്ല് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം, എമ്രു എപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ നിന്നാലും അവനിങ്ങനെ ഒബ്സർവ് ചെയ്ത് വെക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡോറൊക്കെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലോക്കൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയാണ് ആൾ. എങ്ങനെ ഞങ്ങൾ ആദ്യം മുകളിലത്തെ ലോക്ക് എടുക്കും, പിന്നെ രണ്ടാമത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നുള്ളതൊക്കെ അറിയാം കേട്ടോ. അതുപോലെ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടികളിൽ നിന്നൊക്കെ അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് അപാരം തന്നെ അല്ലെങ്കിൽ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, ഞങ്ങളിപ്പോൾ അൽക്കോറിലാണ് താമസിക്കുന്നത്. ദോഹയിൽ നിന്ന് വന്നിട്ട് ഒരു 3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ്, നേരത്തെ വില്ലയിലാണ് കേട്ടോ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഓപ്പോസിറ്റ് 2 ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് ഫ്ലാറ്റും കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ 3rd ഫ്ലോറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട് ബേസ്മെൻറ്റിലോട്ട്. കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മൊബൈൽ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ചു പോയി മൊബൈലൊക്കെ എടുത്തിട്ട് വന്നു. അതുപോലെ തന്നെയാണ് ഗൈസ് ഞങ്ങൾ എങ്ങനെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും എംബ്രു നോക്കി വെക്കും കേട്ടോ. എപ്പോൾ ലിഫ്റ്റിൽ ബട്ടൺ പ്രസ് ചെയ്യാൻ പോയാലും അവൻ ആദ്യം കൈ കൊണ്ട് പ്രസ് ചെയ്യും. ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ എല്ലാ ഫ്ലാറ്റിനും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ആ നമ്പറിൽ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കാറ് പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇരിപ്പുണ്ട്. ഇവനിപ്പോൾ എപ്പോൾ കാറിൽ കയറിയാലും ഫ്രണ്ടിൽ പോയിരുന്ന് ഡ്രൈവ് ചെയ്യണം. ഞാൻ ഹസ്ബൻഡിനോട് ഇവൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി മറന്നു. അങ്ങനെ പുള്ളിക്കാരൻ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പറഞ്ഞയച്ചിട്ടുണ്ട് ഞാൻ. വിഷമം കണ്ടില്ലേ അവനെ ഫ്രണ്ടിൽ ഇരുത്താത്തതിൻ്റെ. ഹസ്ബൻഡ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണേ. കാറിൽ കയറി അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകണം, കാറിൽ ഫ്രണ്ടിലിരിക്കണം. അപ്പം അതിൻ്റെ സങ്കടമാണ് കേട്ടോ. എന്ത് പറയാനാ, നമ്മളായിട്ട് ഓരോ ശീലങ്ങൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇവർ പിന്നെ അത് തന്നെ ചെയ്യത്തുള്ളൂ, നിർബന്ധമായിരിക്കും. ഇവനെപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ ഒരുപാട് നേരം, കുറച്ച് നേരമൊക്കെ ഇവനെ ഈ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റിയറിങ്ങിൽ പിടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാനൊക്കെ ഇരുത്താറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇരുത്തി ആളിന് അതൊരു ശീലമായിപ്പോയി, ഒരു ഹാബിറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോൾ കാറിൽ കയറിയാലും അവൻ ആദ്യം ഫ്രണ്ടിൽ പോകണം, ഡ്രൈവ് ചെയ്യണം. അങ്ങനെ ഉറക്കം വന്നാണ് ആളിരിക്കുന്നത്. സാധാരണ കാറിൽ ഇങ്ങനെയൊന്നും അല്ല, നിന്ന് എല്ലാ പുറത്തൊക്കെ കാഴ്ചയൊക്കെ കണ്ടേ വരത്തുള്ളൂ. ഇന്നെന്തോ ആദ്യമായിട്ട് പുള്ളിക്കാരൻ നല്ല കിടന്ന് വ്യൂ ഒക്കെ മുകളിൽ നോക്കിയിട്ട് വരെയാണ്. ഉറക്കക്ഷീണമാണ്. ഇതൊന്നും അല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉറക്കമൊന്നും ഞാൻ കണ്ടില്ല. ഇന്ന് ഫുള്ളും ഭയങ്കര ബഹളമായിരുന്നു. തിരിച്ചു വന്നപ്പോഴും ഒക്കെ എൻ്റെ കൈ ഒടിഞ്ഞു ഗൈസ്, അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. ഇത് ലുസൈൽ സ്റ്റേഡിയമാണ്. നിങ്ങൾക്കറിയാലോ, ഖത്തറിൽ 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റേഡിയമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റേഡിയമാണ് ഇത്, ലുസൈൽ എന്നാണ് പേര് കേട്ടോ. ഇപ്പം ഞങ്ങൾ അൽക്കോറിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ലുസൈലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് കേട്ടോ ദോഹയിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ മനുഷ്യന്മാരെന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവിടെ പുറത്ത് വണ്ടി പോകുന്ന സൗണ്ടാണ്, ഒന്ന് ക്ഷമിക്കണം. ഇങ്ങനെ മെട്രോയൊക്കെ സൈക്കിള്, ബൈക്ക്, സ്കൂട്ടർ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചു. അടുത്തിങ്ങനെ ഓരോരോ ലെവലിലെ ഫ്ലൈറ്റ് വരെ കണ്ടുപിടിച്ചു. ഇപ്പോൾ അതാ മെട്രോ, എന്തെല്ലാം കണ്ടുപിടിക്കുന്നു അല്ലേ, കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് ദോഹ, നിങ്ങൾ ഗൾഫിൽ വന്ന ഒരു ഫീലായിരിക്കും കേട്ടോ. ഗൾഫിൽ പോകാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഡ്രൈവിംഗ് ടൂറും കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും കാണാൻ വളരെ മനോഹരമാണ്. അതിൻ്റെ ഓരോ ഷേപ്പ് എന്ന് പറയുന്ന വ്യത്യാസമാണ് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പ്. ഇതാ കണ്ടില്ലേ നിങ്ങൾ, ആ റെഡ് കളറിലൊരു ഗിഫ്റ്റ് ബോക്സ്, അതായത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് കത്താരയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കത്താര എത്തിയിട്ടുണ്ട്. അതും ഞാനിങ്ങനെ പല തവണ ആലോചിക്കും, മനുഷ്യന്മാരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി,
അതായത് ഇങ്ങനെ ഓരോ ഷേപ്പിൽ ബിൽഡിങ് എന്ത് ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് ആലോചിക്കും, ഈ ഒരു ഷേപ്പിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ അകത്ത് കയറുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ. ഞാൻ മണ്ടൂസാണ്, അപ്പോൾ ഞാൻ പല തവണ അങ്ങനെ ആലോചിച്ചിട്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് നോർമൽ ഒരു ബിൽഡിങ്ങിൽ കയറുന്ന ഒരു ഫീലേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന സിറ്റി സെൻറ്ററിലാണ്. വീക്കെൻഡായ സിറ്റി സെൻറ്ററിൽ നല്ല ക്രൗഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കെൻഡ് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് സിറ്റി സെൻറ്ററാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഇതാണ് ഖത്തറിൻ്റെ ഡേ ലൈഫ് എന്ന് പറയുമ്പോൾ. ഡേ ലൈഫല്ല, ഡേ വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ബിൽഡിങ്. സത്യം പറഞ്ഞാൽ ഈ ബിൽഡിങ്ങൊക്കെ നൈറ്റ് കാണാനാണ് അടിപൊളി. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഞങ്ങളിവിടെ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അല്ല, ഉള്ളിലേക്ക് കയറിയില്ല, അതിനു മുന്നേ ഞങ്ങൾ വേറൊരു സ്ഥലത്തിരിക്കുകയാണ്. ഇതൊരു സർപ്രൈസാണ്, ഇപ്പം ഞാൻ പറയുന്നില്ല. ആ ഒരു സർപ്രൈസിൻ്റെ ആ ഒരു പ്ലാനിനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്. അങ്ങനെ സർപ്രൈസൊക്കെ ഞങ്ങളിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ക്ലൂ തരാം, അത് ഞാൻ ഇനിയുള്ള വ്ളോഗായിട്ടോ ഷോർട്സായിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇവിടെ ഒരു ബിസ്ക്കറ്റ് കിട്ടും, ഖത്തറിലുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. അതായത് ലോട്ടസ് എന്ന് പറയും. നല്ല ഫ്ലൈറ്റിലൊക്കെ, ഖത്തർ എയർവേസ് ഫ്ലൈറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബേബി ഷോപ്പിലാണ് വന്നത്. ഇവിടെ എമ്രൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അതോ ഈ ഒരു ക്യാപ്പ്, ഇപ്പോൾ വിൻ്ററൊക്കെ വരെയില്ല, അതുകൊണ്ട് തന്നെ അവന് തലയിൽ വെക്കാൻ തൊപ്പി മേടിക്കണമായിരുന്നു, ഫുൾ ചെവി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അസുഖം വരുമല്ലോ. അങ്ങനെ ഈ തൊപ്പി മേടിച്ച് അവന് വെച്ച് നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. വീഡിയോ എടുക്കുക ഹസ്ബൻഡിൻ്റെ അടുത്താണ് പറഞ്ഞത്. ഹസ്ബൻഡ് വീഡിയോ എടുത്തിട്ട് വന്നില്ല, കൈസ് റെക്കോർഡായില്ല, കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ H&M വന്നു. ഞാനൊരു ഷർട്ട് മേടിച്ചിട്ടുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷർട്ടിന് പെയറായിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. ഞാൻ സ്കേർട്ട് എടുത്തിട്ടില്ല, എനിക്ക് സ്കേർട്ട് വേണ്ട. പകരം എൻ്റെ കയ്യിലൊരു വേറൊരു പാൻറ് ഉണ്ട്, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ H&M ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഹസ്ബൻഡ് ആ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അവന് ഫുഡ്, എമ്രൂന് എപ്പോഴും ഞാൻ എവിടെ പോയാലും ഫുഡ് കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവന് ഞാൻ ഡിന്നറൊക്കെ കൊടുത്തു. അവൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഫുൾ ഫോമിൽ ഇരുന്ന് കളിക്കണം. ഫുൾ അലുമ്പായിരുന്നു ഗൈസ്. അതാ ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് വ്യൂ കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, എന്തുമാത്രം ലൈറ്റ്സ് ആണല്ലേ ഓരോ ബിൽഡിങ്ങിലും. പല കളറിലുള്ള കളർഫുൾ ബിൽഡിങ്സ് ആണ് ഗൈസ്. ഇതല്ല നമ്മൾ വന്നപ്പോൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, വന്നപ്പോൾ ഉള്ള ഡേയിൽ കണ്ട ബിൽഡിംഗ് ആണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. രാത്രി വേറൊരു ലുക്കാണ് ഗൈസ്. എന്താണ് അന്യൻ സിനിമയിൽ അന്യൻ പറഞ്ഞ പോലെ അമ്പിയും അതുപോലെ തന്നെ റെമോയും ആണ് ആ ഒരു 2 ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും ബിൽഡിങ്ങിൽ. ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ സിറ്റി സെൻറ്റർ. മാളിലൊന്നും അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാളിലൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാത്തത്. ഓക്കെ, ഇവൻ അലുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കൈയൊക്കെ പോയി, എന്ത് പറയാനാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഖത്തറിൽ വരുന്നത് 2022 എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ പുറത്ത് പോയതും രാത്രിയാണ് ഞാൻ പുറത്തിറങ്ങിയതും. ഇവിടെ എപ്പോഴും എല്ലാവരും നൈറ്റ് ലൈഫാണ് കൂടുതൽ. എല്ലാവരും ഡേയിൽ എല്ലാവരും വീക്ക് ഡേയ്സിലൊക്കെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോയല്ലേ. അപ്പോൾ ഹസ്ബൻഡും വർക്കിന് പോയിട്ട് ഞാൻ നൈറ്റാണ് പുറത്തിറങ്ങുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ലൈറ്റ്സ് കണ്ട് എന്തോ പുതിയൊരു രാജ്യം, ഞാനതും ആദ്യമായിട്ടാണ് വേറൊരു കൺട്രിയിലോട്ട് വരുന്നത്. ആദ്യം ട്രാവൽ ചെയ്യുന്നത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. അപ്പോൾ ഖത്തറിൽ വന്ന് ഈ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ എനിക്കെന്നെ ഭയങ്കര, ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ തൊട്ടടുത്തിരുന്നാണ് കാണുന്നത്. ഇത്രയും അടിപൊളിയാണോ എന്ന് ഞാൻ തോന്നി. ഈ ലൈറ്റ്സൊക്കെ ഇട്ടിരിക്കുമ്പോഴേ, നമ്മുടെ അവിടെ ഇങ്ങനെ ഇത്രയും ലൈറ്റ്സൊന്നും ഇട്ടിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലും അത് പുറത്ത് വേറെ കൺട്രീസിലൊക്കെ അങ്ങനെയല്ല, ഫുൾ ലൈറ്റാണ്. എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ കാണും. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മോ, ഇത്രയും ലൈറ്റ്സും കാര്യങ്ങളും എന്തോ മനോഹരമായിട്ടാണ് അവർ ഓരോ ബിൽഡിങ്ങിൻ്റെ ആ ഒരു പണി ചെയ്യിപ്പിച്ചിരിക്കുന്നതും ലൈറ്റ്സൊക്കെ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ പോകുന്ന വഴി എനിക്കാണെങ്കിൽ ഇന്നും നമ്മളൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. സാധാരണ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും കഴിക്കും, ഇപ്പോൾ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. എമ്പ്രൂനുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ബിൽഡിങ് നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. ഈ ബിൽഡിങ് കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുന്ന. അപ്പോൾ അത് വന്നപ്പോൾ നിങ്ങൾ വന്ന വഴിക്ക് കണ്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഓടിപ്പോയി വേണമെങ്കിൽ നോക്കിയിട്ട് വാ. നല്ല രസമാണ് ആ ബിൽഡിങ്ങേ. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോൾ ദോഹയിൽ നിന്ന് കഴിക്കണ്ട, ലേറ്റാവും, അതുകൊണ്ട് അൽക്കോറിൽ പോയിട്ട് തന്നെ വസന്ത ഭവനിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇതൊരു സ്റ്റേഡിയമാണ് കേട്ടോ, അൽക്കോറിലുള്ള അൽബൈത്ത് സ്റ്റേഡിയമാണ്. ഞാൻ ഫിഫ വേൾഡ് കപ്പ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേഡിയത്തിലൊക്കെ ലുസൈലിൽ ഞാൻ പോയേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വസന്ത ഭവനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇമ്രാണെങ്കിൽ എന്തോ ഭയങ്കര കലിപ്പിലാണ് ഗൈസ്, ദേഷ്യത്തിലാണ്, ബോട്ടിലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ദോശ ഇഡ്ഡലിയൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം,
ഗൾഫ് കണ്ടൊരു ഫീൽ, അതായത് ഗൾഫ് എപ്പോഴും അങ്ങനെ വരുന്നുള്ളൂ. ഗൾഫിൽ വന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വന്നോ ഇല്ലെന്ന് പറയണം ഗൈസ്. മാക്സിമം ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പുറകിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്, ഫ്രണ്ടിലല്ല. ബേബി ഉള്ളത് കാരണം ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ബേബീസിനെ വെച്ചിട്ട് ആരും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കരുത്. അതുകൊണ്ട് ഞാൻ പുറകിലിരുന്നിട്ടാണ് വീഡിയോസ് എടുത്തത്. പിന്നെ ഇവൻ ഉള്ളത് കാരണം കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളുണ്ടല്ലോ. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ദോഹ. അപ്പോൾ ഞാനൊരു ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഗീ റോസ്റ്റൊക്കെ വയറ് നിറച്ച് കഴിച്ചു. നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗീ റോസ്റ്റും ഇഡലി എമ്മറൂന് കുറച്ച് കൊടുത്തു. ഡിന്നർ കഴിച്ച ആളാണ്, എങ്കിലും കൊടുത്തിട്ട് ഞാനും ബാക്കി ഒരു ഇഡലി അവന് കൊടുത്തു, ഒരു ഇഡലി ഞാനും കഴിച്ചു. ദോശയൊക്കെ കഴിച്ചു, വയറ് നിറച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ വീട് എത്തിയിട്ടുണ്ട്. ഇനി ഞാനും എമ്രുവും അവൻ്റെ പാപ്പ എല്ലാം തളർന്നിട്ടുണ്ട്. ഞങ്ങൾ പോയി റെസ്റ്റ് എടുക്കട്ടെ. അടുത്ത വ്ളോഗിൽ കാണാം.